ഈശോയിൽ സ്നേഹമുള്ള സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുകയാണ്. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ കേട്ടത്, വിധവയുടെ കാണിക്ക. ആ കഥയിൽ നിന്ന് തന്നെ നമുക്ക് സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ന് ഒന്നാം വായനയെക്കുറിച്ച് ഉള്ള ചില ചിന്തകൾ നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ ആ കാര്യം പറഞ്ഞുകൊണ്ടുള്ള വായനയാണ് നമ്മൾ കേട്ടത്. യോഹന്നാൻ ഒരു കുഞ്ഞാട് സിയോൻ മലയിന്മേൽ നിൽക്കുന്നത് കണ്ടു. നമുക്ക് വളരെ പെട്ടെന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ ലിറ്റനി ചൊല്ലുമ്പോഴും കുർബാനയിലും ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്. സ്നാപക യോഹന്നാനാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞത്. ആ പ്രാർത്ഥനയാണ്, ആ ഭാഗമാണ് ലാറ്റിൻ കുർബാനയിൽ കുർബാന സ്വീകരണത്തിന് മുൻപ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്ന ഭാഗം ഉൾച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ യോഹന്നാൻ പറയുന്ന കോണ്ടെക്സ്റ്റ് നമുക്കൊരു പക്ഷെ ഉപകാരപ്രദമാണ്. യോഹന്നാൻ സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ്റെ കൂടെ കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. അതായത് സ്നാപക യോഹന്നാൻ്റെ സ്കൂളിൽ പഠിക്കുന്നവർ, സ്കൂളിൻ്റെ പേര് സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടി അങ്ങനെ വഴിയിൽ നിൽക്കുമ്പോഴും ഈശോ പോകുന്നത് കണ്ടു. ഈശോ അങ്ങനെ മുന്നിലൂടെ പോകുന്നത് കണ്ടു. അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ 36-ാമത്തെ വാക്യത്തിലുമാണ്. 1-ാം അധ്യായം 29, 36. 36-ലാണ് രണ്ടുപേർ തന്നോടുകൂടെ നിൽക്കുമ്പോഴും ഈശോ പോകുന്നത് കണ്ടു. അപ്പോൾ ഈ രണ്ടു പേരോടുമായിട്ട് സ്നാപക യോഹന്നാൻ പറയും, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. വേറൊന്നും പറയുന്നില്ല, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവർക്ക് എന്ത് മനസ്സിലായിട്ടാണെന്നറിയില്ല, അവർ ഉടനെ ഈശോയുടെ പുറകെ പോയി. അപ്പം ഈശോ അങ്ങ് എവിടെയാണ് വസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വന്ന് കാണുക എന്നാ പറയാം. വാ മക്കളെ എന്നൊന്നും പറയുന്നില്ല. ഈശോ വന്ന് കാണുക. അപ്പം അവർ പോയി കണ്ട് വസിച്ച് അവർക്ക് ബോധ്യമായി. എന്നിട്ട് ആ രണ്ടുപേരിൽ ഒരാൾ അന്ത്രയോസ് സ്നാപക യോഹന്നാൻ്റെ സ്കൂളിൽ നിന്ന്, അതായത് നഴ്സറി സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലേക്ക് ആ രണ്ടുപേർ ഉയർത്തപ്പെട്ടു. നിങ്ങൾ എലിജിബിളാണ്, നിങ്ങൾ ഇനി ഈ സ്കൂളിൽ നിൽക്കേണ്ടവരല്ല, നിങ്ങൾ യേശുവിൻ്റെ സ്കൂളിലേക്ക് പൊക്കോ. അതിൻ്റെ ഒരു ധ്വനിയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ സ്നാപക യോഹന്നാൻ തന്നെ അവർക്ക് പ്രമോഷൻ കൊടുത്തു. അവർ പാസ്സായി. സ്നാപക യോഹന്നാൻ സ്കൂളിൽ അവർ പാസ്സായി. അപ്പോൾ അവർ യേശുവിൻ്റെ സ്കൂളിലേക്ക് പോയി. യേശുവിൻ്റെ സ്കൂളിൽ ചെന്നിട്ട് അവർ കണ്ട് മനസ്സിലാക്കിയത്, അന്ത്രയോസ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പത്രോസിനോട് പറയും, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയും. എന്നിട്ട് പത്രോസിനെയും കൂട്ടി അന്ത്രയോസ് ഈശോയുടെ അടുക്കൽ ചെല്ലും. ഒന്നോർക്കണം, സഭയുടെ ആദ്യത്തെ പരിശുദ്ധ പിതാവായി മാറിയ പത്രോസ് ലീഹായെ അനുനയിപ്പിച്ചത്, ഈശോയിലേക്ക് കൊണ്ടുവന്നത് അന്ത്രയോസ് പുണ്യവാളനാണ്. അന്ത്രയോസ് പുണ്യവാളൻ പിന്നാമ്പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ്. നമുക്കറിയാമല്ലോ, 5 അപ്പം വർദ്ധിപ്പിച്ചെടുത്ത് ഇവിടെ അപ്പവും മീനുമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട് എന്ന് ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തത് അന്ത്രയോസാണ്. പിന്നാമ്പുറത്ത് നിന്ന് പണിയെടുക്കുന്നയാളാണ്. അപ്പോൾ പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത് അന്ത്രയോസാണ്. അപ്പോൾ ഈശോയുടെ സ്കൂളിൽ ഉള്ള അനുഭവമാണ് അന്ത്രയോസിനെ അങ്ങനെ നയിച്ചത്. നമ്മൾ ഇന്നത്തെ 1-ാം വായന ശ്രവിക്കുമ്പോഴും കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, ഈ നവംബർ മാസം നമ്മൾ ആത്മാക്കളെയൊക്കെ ഓർക്കുന്ന ദിവസം കൂടിയാണല്ലോ. അപ്പോൾ ഈശോയുടെ സ്കൂളിൽ 144,000 പേർ, അങ്ങനെ ഒരു നമ്പർ ഇന്നത്തെ 1-ാം വായനയിൽ പറയും. 144,000 പേർ, 144,000 പേർ. അപ്പോൾ കുഞ്ഞാടിൻ്റെ സ്കൂളിൽ പഠിച്ചവർ, സ്നാപക യോഹന്നാൻ്റെ സ്കൂളിൽ നിന്ന് കുഞ്ഞാടിൻ്റെ ഈശോയുടെ സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർ, അവരെ കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിൽക്കും. കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിൽക്കാൻ അവർക്ക് യോഗ്യതയുണ്ടാവും. അപ്പോൾ
അവർക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ അവർക്ക് കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ് അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. അത് വെളിപാട് പുസ്തകം 14:1 അവൻ്റെ നാമവും അവരുടെ നെറ്റിയിൽ. ഇങ്ങനെ സ്നാപയോഹന്നാന്റെ സ്കൂളിൽ നിന്ന് പഠിച്ച്, ഈശോയുടെ സ്കൂളിലൂടെ പഠിച്ച്, കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ആത്യന്തികമായിട്ടുള്ള സ്വർഗത്തിൽ ചെന്ന് നിൽക്കുമ്പോഴും അവരുടെ നെറ്റിയിൽ മുദ്ര അവൻ്റെ നാമവും പിതാവായ ദൈവത്തിൻ്റെ നാമം. ഇത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഈ ഒരു മുദ്രയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ, എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. ഇത് രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കാം. ഈശോയുടെ മേൽ അംഗീകാര മുദ്രയുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ ശിരസിൽ ഒരു മുദ്രയിടപ്പെടും. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ ശിരസിൽ ഒരു മുദ്രയിടപ്പെടും. അപ്പോൾ സ്വർഗത്തിന് ദൈവപിതാവ് നോക്കുമ്പോൾ മുദ്രയുള്ള തലകൾ, ശിരസ്സുകൾ, മുദ്രയുള്ള ശിരസ്സുകൾ. നമ്മളിപ്പോൾ ഒരു വികാരി അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു കത്ത് മേടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ സീല് വെക്കാൻ മറന്നുപോയെങ്കിൽ നിങ്ങൾ തിരിച്ചു ചെന്നിട്ട് പറയാം, അച്ഛാ സീല് വെച്ചിട്ടില്ല അച്ഛാ. കാരണം സീലിനൊരു പ്രാധാന്യമുണ്ട്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ ശിരസിൽ ഒരു സീല് വീഴും. ഈ ഭൂമിയിൽ തന്നെ യേശുവിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടേണ്ട ഒരു കാര്യമാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ യേശുവിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുദ്രയിട്ട് പോയാൽ എളുപ്പമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ അതാണ് അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും. ഇവിടെയാണെങ്കിൽ പിതാവായ ദൈവം കുർബാന സ്വീകരിക്കുന്നവരുടെ ശിരസിൽ ഒരു അംഗീകാര മുദ്ര വയ്ക്കും. അംഗീകാര മുദ്രയുള്ളവർക്കൊക്കെ പ്രമോഷനാണ്. എത്ര അംഗീകാര മുദ്രകൾ വേണം പ്രിയ മക്കളെ, കൂദാശകൾ സ്വീകരിക്കാം. ഇനി രണ്ടാമതൊരു കാര്യം, ഇവര് വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലുള്ള സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ഹല്ലേലൂയ പറയാൻ തുടങ്ങിയത്. പക്ഷേ ഉദ്ധാനത്തിൻ്റെ മന്ത്രമാണ് ഹല്ലേലൂയ. ഉദ്ധാനത്തിൻ്റെ മന്ത്രമാണ് ഹല്ലേലൂയ. അത് പെന്തക്കോസ്തക്കാർ അല്ലെങ്കിൽ കരിസ്മാറ്റിക്കുകാർ കണ്ടുപിടിച്ച പുതിയൊരു വാക്കല്ല, അത് ബൈബിളിലുള്ള കാര്യമാണ്. അതിൻ്റെ ധ്വനി എന്താണ്? ഈ ഭൂമിയിൽ ഈശോയുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ദൈവാരാധന നടത്തണം. ഈ ഭൂമിയിൽ ഈശോയുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ദൈവാരാധന, പള്ളി വരിക, പ്രാർത്ഥിക്കുക, കൂദാശകൾ സ്വീകരിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ഇത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ദൈവാരാധന നടത്തുക. നമ്മളെ കുടുംബങ്ങളിലൊക്കെ കരങ്ങൾ ഉയർത്തി ഇങ്ങനെ സ്തുതിക്കുന്നവരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതൊരു കുറച്ചിലായിട്ട് കാണണ്ട, ഇത് ദൈവസ്തുതി തന്നെയാണ്. യേശുവിൻ്റെ സ്കൂളിലെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനിയും 4 ജീവികളെക്കുറിച്ച് പറയുന്നുണ്ട്. 4 ജീവികളും ശ്രേഷ്ഠന്മാരും. സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെ മുൻപാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഈ 4 ജീവികൾ ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും അറിയാൻ പറ്റും, അത് സുവിശേഷകന്മാരുടെ പ്രതീകമാണ്. മത്തായി സുവിശേഷകനെ പ്രതിനിധീകരിക്കുന്നത് മനുഷ്യൻ, മർക്കോസ് സുവിശേഷകനെ പ്രതിനിധീകരിക്കുന്നത് സിംഹം, ലൂക്കാ സുവിശേഷകനെ പ്രതിനിധീകരിക്കുന്നത് കാള, യോഹന്നാൻ സുവിശേഷകനെ പ്രതിനിധീകരിക്കുന്നത് കഴുകൻ. അപ്പോൾ സുവിശേഷകന്മാരെ പ്രതിനിധീകരിച്ചാണ് 4 ജീവികൾ. വചനവായനയിലൂടെ, വിശുദ്ധ ഗ്രന്ഥ സുവിശേഷ വായനയിലൂടെ സുവിശേഷ ജീവിതം നയിക്കാനുള്ള ആഹ്വാനമുണ്ട്. ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് നിരന്തരം വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, വിശുദ്ധ ഗ്രന്ഥം വെച്ച് പ്രാർത്ഥിക്കുക. ഇനി 4-മത്തൊരു കാര്യം, വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇവരാണ് വലിയ ഞെരുക്കത്തിലൂടെ വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ.
ഇവർ ഞെരുക്കത്തിലൂടെ വന്നവരാണ്, ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇന്നത്തെ വായനയിൽ അത് പറയുന്നുണ്ട്. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈശോയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടവരും. മാമോദീസയിൽ വെള്ളവസ്ത്രം ധരിക്കുന്നില്ലേ? മാമോദീസയിലൂടെ കുഞ്ഞ വെള്ളവസ്ത്രം ധരിക്കുന്നില്ലേ? മരണച്ചടങ്ങിലെ നെഞ്ചത്തൊരു വെള്ളത്തുണി വെച്ചിട്ട് പറയും, മാമോദീസയിലൂടെ സ്വീകരിച്ച വെള്ളവസ്ത്രം കളങ്കം കൂടാതെ കാത്തു സൂക്ഷിച്ചു എന്നതിൻ്റെ ഓർമ്മയായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. അതായത് വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട കടമ ഈശോയുടെ സ്കൂളിൽ പഠിക്കുന്നവർക്കുണ്ട്. ഇനി ഈശോയുടെ സ്കൂളിലൂടെ പഠിക്കുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ട മറ്റൊരു സ്കൂളാണ് മരിയൻ സ്കൂൾ, മാതാവിൻ്റെ സ്കൂൾ. മാതാവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോകണം. ഒരുപക്ഷെ നിങ്ങൾക്കുള്ള അവസരമാണ് നമ്മളൊരു മരിയൻ സ്കൂളിലെ പഠിക്കാൻ പറ്റിയ ചില പാഠങ്ങൾ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്ക് അഭ്യസിക്കാനായിട്ട് സാധിക്കും. ചില ആളുകൾ ഇവിടെ വന്നൊന്ന് കുമ്പസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വേളാങ്കണ്ണി വന്നൊന്ന് കുമ്പസാരിക്കുക ഒരു അനുഗ്രഹമാണ്. മാതാവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോവുക. ചില ആളുകൾ പറയും, വർഷത്തിലൊരിക്കലൊന്ന് വേളാങ്കണ്ണി വന്നിട്ട് പോയാൽ എന്തൊരു എനർജിയാണ്, എന്തൊരു ഉന്മേഷമാണ്. കഷ്ടപ്പാട് നിറഞ്ഞ യാത്രയാണെങ്കിലും ഇവിടെ വരുന്ന എല്ലാ വർഷവും വരുന്നവരുണ്ട്. എല്ലാ വർഷവും വരുന്നവരെന്ന് കരമുയർത്താവോ? എല്ലാ വർഷവും ഇവിടെ വരുന്നവർ കുറേ പേര് എല്ലാ വർഷവും വരുന്നവരാണ്. അപ്പോൾ മാതാവിൻ്റെ സ്കൂളിലൂടെ പോകണം. ലൂക്കായുടെ സുവിശേഷം 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അങ്ങനെ ഈശോയെ വളർത്തിയത് ആരാണ്? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോയെ വളർത്തിയത് ആരാണ്? പരിശുദ്ധമ്മയല്ലേ? അപ്പോൾ പരിശുദ്ധമ്മയുടെ സ്കൂളിലൂടെ കൂടി നമ്മൾ കടന്നു പോകണം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ചിന്ത നമുക്ക് സ്വീകരിക്കാം. യേശുവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോകണം. യേശുവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോകാൻ നമുക്ക് അർഹത ലഭിക്കട്ടെ. യേശുവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോകുമ്പോൾ മടിപിടിച്ചിരിക്കാതെ, ഉഴപ്പാതെ, ഹോംവർക്കുകൾ ചെയ്യാതെ അങ്ങനെ പോകരുത്. യേശുവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കൽപ്പിച്ചിട്ടുള്ള ഹോംവർക്കുകൾ, നമുക്ക് ചെയ്യേണ്ട ഭക്തിയാഭ്യാസങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്തു പോയാൽ ആ കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ സാധിക്കും. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. ഒന്ന് ചേർന്ന് പാടാവോ? കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. ദൈവം മരിയൻ സ്കൂളിലൂടെ പഠിച്ച്, ഈശോയുടെ സ്കൂളിലൂടെ പഠിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലെത്താൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.